മനസ്സിലായില്ല. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കിടങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മളിതിന് മുന്നേ ഇന്റർവ്യൂ ഇതേപോലെ നടത്തി, പക്ഷെ അത് വൻ പരാജയമായി പോയി അല്ലേ? അതെ, നമ്മള് ഫുള്ള് പരാജയം എന്നൊക്കെ പറഞ്ഞ ലോകം കണ്ട പരാജയമായി പോയി നമ്മുടെ ആ ഒരു ഇന്റർവ്യൂ കാര്യങ്ങൾ. ഇതിന് ഇന്റർവ്യൂ എന്നൊന്നും പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ ഇവരുടെ കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ജൂലൈ 5-ാം തീയതി 2 വർഷം പൂർത്തിയാക്കിയവർക്കാണ് രണ്ടുപേരും കൂടെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇവരോട് ചോദിച്ചറിയാൻ പറ്റും. അറിയാം അവർക്ക് എന്താണ് പറയാനുള്ളത്, നമുക്ക് നോക്കുകയും ചെയ്യാം. അതാണ് ഇന്നത്തെ ഉദ്ദേശം. സീരിയസ് എന്നല്ല, നോർമൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയണു, അത്രേ ഉള്ളൂ. അല്ല, നമ്മളെ എപ്പത്തേം പറഞ്ഞ പോലെ ചളി അടിച്ചിട്ടുള്ള ഒരു ഇതല്ലാതെ ഉദ്ദേശിച്ചത്. അതെ, പിന്നെ ചാനലൊക്കെ തുറന്നിട്ടുണ്ട്, അക്കൗണ്ട് ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഒരുപാട് ഞങ്ങൾ നീട്ടി വലിപ്പിക്കണില്ല, കഴിവതും പെട്ടെന്ന് തന്നെ എൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കാം, ശ്രമിക്കുന്നുണ്ട്. അതെ, എന്തായാലും നമുക്ക് നമ്മൾ എന്ന് ഇന്റർവ്യൂ പോലെ വെച്ചാലും അത് 40 മിനിറ്റ് 35 മിനിറ്റ് ഒക്കെ ആയിരിക്കാം. മാക്സിമം ഒരു 5 മിനിറ്റിൽ ഒതുക്കാൻ ഞങ്ങൾ ഒരു 10-25 മിനിറ്റ് ഒതുക്കാൻ ശ്രമിക്കാം. എന്തായാലും നമുക്ക് ഒരുപാട് നീട്ടി ഏൽപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും കടക്കാല്ലേ. അപ്പൊ അത് കടക്കണ്ട, നമുക്കൊന്ന് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? അപ്പം ചോദ്യം വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു ഇവരുടെ ഈ ഒരു 2 വർഷത്തെ ഇവർ ഒരുമിച്ച് നീങ്ങിയ ഈ 2 വർഷത്തെ പറ്റിയിട്ട് അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സത്യസന്ധമായിട്ട് ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യും. അപ്പൊ നമുക്കെന്നാ ഇപ്പൊ ജൂലൈ 5 2 വർഷം പൂർത്തിയാവും. നിങ്ങളുടെ ഇവിടെ ഇരിക്കാനും എനിക്ക് ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ഇരിക്കാനും എനിക്ക് ഇങ്ങനെ നോക്കണം. ഓക്കെ, ജൂലൈ 5 നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയായി. ഈ എന്താ ആരംഭമാക്കണോക്ക്? ഇല്ല, എന്താ മോഡ്? 2 വർഷം പൂർത്തിയാക്കിയേക്കാണ്. അപ്പൊ ഈ 2 വർഷം ഈ 2 വർഷം കൊണ്ട് എന്താണ് ഈ 2 വർഷത്തെ പറ്റി സുജിന് പറയാനുള്ളത്? ഒരുമിച്ചുള്ള ഈ 2 വർഷത്തെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? ചുരുങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റിൽ ഒതുക്കണേ. എന്താ പറയാൻ ഒരുപാട് കാര്യം, പക്ഷെ നമ്മൾ ചുരുക്കി പറയാം. എന്താ പറയാ, ഇവിടെ വന്നതിന് ശേഷമാണ് തോന്നുന്നു ഞാന് എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കാം, കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം എന്താ വീട് നോക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ നല്ല ഇതിക്കാമെന്നൊക്കെ പറയില്ലേ. അതിന് മുന്നേ ഫുള്ള് കളി പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അമ്മ വാങ്ങി തന്ന വണ്ടിയൊക്കെ ആയിരുന്നു മുന്നേ. അതൊക്കെ ഞാനിതുപോലെ എന്താ ഇന്റെ ഇഷ്ടത്തിന് ഓടുക, ഡ്രസ്സ് എടുക്കുക, കറങ്ങാൻ പോവുക, വീട്ടിൽ നിന്ന് പൈസ കൊടുത്ത് തന്നില്ല, ഫുള്ള് അങ്ങനെ കറക്കൊക്കെ ആയിരുന്നു മുന്നേ. ഇവിടെ വന്നതിന് ശേഷമാണ് മാറ്റങ്ങളായത്, അമ്മ പണിക്കോക്ക് നിർത്തിയത്, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും. എന്താണ് പറയാനുള്ളത് ഈ 2 വർഷത്തെ ഒരു ഇത്? എനിക്ക് 2 വർഷം പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ക്ഷമ. ഞാൻ ക്ഷമ പഠിച്ചു, കാരണം എനിക്ക് തീരെ ക്ഷമയില്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. ക്ഷമയില്ല, പെട്ടെന്ന് ദേഷ്യം വരിക, തീരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കൂട്ടത്തില് ഞാൻ ഈ 2 വർഷം കൊണ്ട് നന്നായിട്ട് ക്ഷമിക്കാൻ ഞാൻ പഠിച്ചു. ഓക്കെ, അപ്പൊ സുജിൻ പറയണത്, സുജിൻ ഒരുപാട് അലമ്പായിട്ട് നടന്നിരുന്ന സുജിൻ നന്നായി എന്നാണ് പറഞ്ഞു തന്നത്. വെള്ളടിക്കല്ല, ലൈക്ക് പടത്തിന് പോവാ, കറങ്ങി നടക്കുക, അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായത് മാരേജ് കഴിഞ്ഞപ്പോഴാണെന്നാണ് പറയണത്. അതുപോലെ തന്നെ പൊന്നൂസ് പറയണതും ക്ഷമ എന്താണെന്ന് പഠിച്ചു എന്നാണ്. എനിക്കൊന്ന് പല പെൺപിള്ളേരും ഇത് കല്യാണം കഴിഞ്ഞ് പഠിക്കുമായിരിക്കും അല്ലേ? ഓക്കെ, ഇപ്പം നിങ്ങൾ പ്രണയിക്കുമ്പം പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം കുറച്ച് നാൾ പ്രണയിച്ചു ശേഷമാണ് ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു. അതിനെ പറ്റി ഇപ്പൊ ചിന്തിക്കുമ്പോ എന്താ തോന്നുന്നത്? അന്ന് ഒരുപാട് കരഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ അറിയുമ്പോ ഞാൻ ഏട്ടൻ തന്നെ പറയാറുണ്ട്. ഇപ്പൊ അത് അലക്കുമ്പോ ചിരി വരുന്നു, അന്ന് വെറുതെ കിടന്ന് കരച്ചിലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞോണ്ട് സത്യസന്ധമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോ ഇടയ്ക്കായിരുന്നു. ഓക്കെ, ഇത് കട്ട് ചെയ്തോട്ടോ, പറഞ്ഞോളൂ. അല്ല, ഞങ്ങൾക്കും ചില സമയത്ത് ഇവിടുത്തെ പോലെ അടുക്കള ഇവിടെ അമ്മയുടെ പുറത്ത് ഞാൻ ആ സ്റ്റൂളിൽ ഇരിക്കാറാണ്. അപ്പൊ ഇതുപോലെ അല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുമ്പോ ഞങ്ങൾക്കും നന്നായിട്ട് ചിരി വരാറാണ് പറയുക. പല കാര്യങ്ങളും ഉണ്ടായിട്ട് ചിരി വരാറാണ്. അപ്പൊ ഞങ്ങൾ ഇതേപോലെ ചില സമയത്ത് 1 മിനിറ്റ് 30 സെക്കൻഡ് ഒക്കെ ചിരിക്കും. ഇല്ല, കറക്റ്റ് എടുക്കുമ്പോ നിർത്താറാണ്.
താങ്ക് യു. കേട്ടോ ഒരുപാട് പിടിക്കണ്ട. ഇപ്പൊ എപ്പോഴെങ്കിലും ഇറങ്ങി വന്നതിന് ശേഷം സുജിന്റെ കൂടെ ഇറങ്ങി വന്നതിന് ശേഷം ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ അത് നഷ്ടമായി പോയേനെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു വേറെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് പറയാറുണ്ട് പൊന്നൂസിന്റെ ലൈഫ് അടിപൊളിയാണ്, കാണുമ്പോൾ അസൂയ തോന്നുന്നു, ഇങ്ങനെ ഫ്രീഡം ഉള്ള ഫാമിലി. എനിക്ക് തോന്നുന്നു വേറെ എവിടെയും പോയി എനിക്ക് ഇത്രയും ഫ്രീഡം ആയിട്ടോടുകൂടി നിൽക്കാൻ പറ്റില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പറയാൻ പറ്റും. സുജിന് എന്ത് തോന്നുന്നു? സുജിൻ കുറച്ചു നേരം ഫോണൊന്നും എന്താണ് സുജിന് എവിടെയാണ് ഇത്ര നേരം ശ്രദ്ധിച്ചത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം കേൾക്കൂ. ഇപ്പം പൊന്നൂസ് തന്റെ കൂടെ ഇറങ്ങി വന്നിട്ടാലും തനിക്ക് നഷ്ടം പറ്റിയാലും തോന്നിയിട്ടുണ്ടോ? പിന്നെന്താ നഷ്ടം? ഇതിന് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ ഓക്കെ. എനിക്കെന്തോ ഈ കാണുന്ന നമ്മുടെ ഫാമിലി അവിടെ ഇരിക്കണം എന്നുള്ളൊരു മൈൻഡ്. അപ്പൊ എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോ ചിരി വരാം. ഓക്കെ, ഇപ്പം നമ്മൾ പറയാറില്ലേ എടാ അവിടെ എന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം അങ്ങനെ ഇപ്പൊ പൊന്നൂസ് കൂടെ വന്നില്ലായിരുന്നെങ്കിൽ പകരം ഇപ്പം വേറെ ഒരാളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവള് വരുമ്പോ എനിക്ക് അതൊരു നഷ്ടമായിട്ട് നഷ്ടബോധം തോന്നിയാലും തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പിന്നെന്താ സീരിയസ് ആയിട്ടും ഇവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ഭാഗ്യമാണ് സത്യം പറഞ്ഞ, എന്റെ രാശിയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ തുടങ്ങിയത്. ഓരോ കാര്യം എടുത്തു പറയുന്നില്ല, എന്നെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസമായിട്ട് വെഡിങ് ഡേയുടെ വീഡിയോസ് ഇട്ടതിന്റെ താഴെ കണ്ടിന്യൂ ആയിട്ട് കണ്ട ഒരു കമന്റ് ഉണ്ട്, പൊന്നൂസ് ലക്കിയാണ്, പൊന്നൂസ് ഭാഗ്യവതിയാണ്, ഇങ്ങനെ ഒരു ഫാമിലിയിൽ വന്നില്ലായിരുന്നെങ്കിൽ പൊന്നൂസ് നഷ്ടമായെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ ഫാമിലിയിൽ വന്നത് ഒരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ തോന്നാണ്ടിരിക്കാൻ? എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ഞാനിവിടെ വന്നതില് എന്റെ ഭാഗ്യം എന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ ഈ ഇരിക്കുന്ന മുതൽ തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, മറ്റേ നമ്മുടെ അമ്മമാർക്ക് കല്യാണം കഴിച്ചത് എല്ലായിടത്തും അമ്മമാരെ അപൂർവേ ഉണ്ടാവുള്ളൂ അത്രയും ക്രൂവലായിട്ട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ. അല്ലാത്ത അമ്മമാരൊക്കെ എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ എല്ലാ മരുമക്കളോടും ഉണ്ടാവും, എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ട് വേണ്ടിയിരിക്കില്ല. പക്ഷെ നമ്മൾ ഈ നാത്തൂമാര് വീട്ടിലുണ്ടാവുമ്പോ അതുപോലെ ആങ്ങളമാര് പെങ്ങന്മാരുണ്ടാവുമ്പോ അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ തല കയറ്റി നടക്കണമെന്നില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, നിന്റെ സ്വന്തം ഇപ്പം ഒരു ലൈഫ് ആവുമ്പോ ആ ലൈഫില് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും പല വിഷമങ്ങളും പ്രശ്നങ്ങളും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ ഫാമിലിയിലും സർവ്വസാധാരണമാണ്. അതിലിപ്പം സുജിൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം മറക്കാൻ പറ്റാതെ വിഷമമായിട്ട് കിടക്കണ എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഒരുപാടുള്ളതുകൊണ്ട് കുട്ടിക്ക് ഓർത്തെടുക്കാൻ പറ്റില്ലെന്ന് പറയും. അല്ല വിഷമം അറിയോ, ഈ ഏട്ടത്തെ അല്ലോടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തിട്ട് പോകും, ബ്ലോക്ക് ചെയ്തിട്ട് പോകും. അപ്പൊ പക്ഷെ ആദ്യമൊക്കെ ഞാൻ അടിച്ചേ പഠിച്ചുകൊണ്ടിരിക്കും. ഒരു 100-120 ഇങ്ങനെ മിസ്ഡ് കോൾ ആയിട്ട് ബ്ലോക്ക് തുറക്കുമ്പോ പിന്നെ ഇപ്പൊ 10 പൊതിഞ്ഞു. അല്ല, ചില സമയങ്ങളിൽ എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പോ ഞങ്ങൾ ദേഷ്യം കാണിക്കുമ്പോ ഞാൻ അങ്ങോട്ട് പ്രതികാരം വിട്ടപ്പോൾ അറിയോ ഇവളുടെ നമ്പർ ഞാൻ ബ്ലോക്ക് ആക്കി വെക്കും. അത് അത്രയും ഇവിടെ ഇരിക്കുമ്പോഴല്ലേ എപ്പോഴും ഞാൻ അടിണ്ടാവുള്ളൂ എന്റെ വീട്ടിൽ പോയിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ അവള് അതായിരിക്കും ഞാൻ ഇവിടെ വീട്ടിലേക്ക് പോയിട്ട് കഴിഞ്ഞുള്ള പ്രശ്നം. അത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നിനും പ്രശ്നം ഉണ്ടാവില്ല. അല്ലാണ്ട് ഇതുവരെ ഞങ്ങള് തമ്മില് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം വീട്ടില് പൊന്നൂസ് ഒറ്റ മോളായിട്ട് വളർന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു ദുർഘടനിമിഷത്തിൽ കല്യാണം കഴിഞ്ഞു, വേറൊരു വീട്ടിലേക്ക് വന്നു, ഒരു ഭാര്യയാണെന്നുള്ള പദവി, അതിലൊരു മരുമകളായി, ഒരു നാത്തൂനായി, അങ്ങനെ ഓരോ റെസ്പോൺസിബിലിറ്റീസിലേക്ക് കയറുമ്പോ എങ്ങനെയാണ് ആ ഒരു മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്തത്? ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പെട്ടെന്ന് ഒരു മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. പിന്നെ ഈ ഒറ്റ മക്കളുള്ളവർക്ക് അറിയണ്ടായിരിക്കും വലിയ സുഖമൊന്നുമില്ല ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴൊന്നും. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഞാൻ മിങ്കിൾ ചെയ്യുമ്പോ അതൊക്കെ വേറെ എൻജോയ്മെന്റ് ആണ്. അവിടെ ഇപ്പൊ എന്റെ വീട്ടിലെ കസിൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് സിബ്ലിങ്സ് എന്ന് പറയാനായിട്ട് എനിക്ക് ആരുമില്ല. ഞാൻ എന്റെ വീട്ടില് ഞാൻ ഒറ്റപ്പൂരാണ്. അപ്പൊ ഞാൻ വീട്ടിൽ ഇങ്ങനെ മൊയ്തടിച്ച് കണ്ടിരിക്കും. ഇവിടെ വന്നപ്പോ
പക്ഷെ ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് എടുക്കുമ്പോ നിങ്ങനെ തോന്നും. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോ അതൊക്കെ അഡ്ജസ്റ്റഡ് ആണ്. അപ്പൊ എന്റെ പാറ്റാണ് ഇപ്പൊ അത് എല്ലാം അക്സെപ്റ്റബിൾ ആണ്. തിരിച്ച് സുജിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സുജിൻ നേരത്തെ പറഞ്ഞു കളിച്ചും സിനിമയ്ക്ക് പോയിട്ടും കൂട്ടുകാരൻ കൂടെ കടങ്ങി നടന്നൊക്കെയാണെന്ന് പറഞ്ഞു. ഒരു പയ്യനെന്ന രീതിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഹസ്ബൻഡായി പെട്ടെന്ന് ഒരു കുടുംബം നോക്കുന്ന ആളിലേക്ക് ചേക്കേറിയപ്പോൾ എന്ത് തോന്നിയായിരുന്നു? വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ എപ്പോഴും? ഇല്ല, ഈ ചോദ്യം ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയാൻ പറ്റുന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞോളൂ. എന്താ പറയാ, ആദ്യം ഞാൻ നടക്കുമ്പോ ഇന്റെ ഇഷ്ടത്തിനാണ് നടന്നിരുന്നത്. വീട്ടിലത്തെ കാര്യം അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, അടിച്ചുകൂടിയായിരുന്നു. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കാശിന് ചെലവ് കൂടുതലാണ്. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ മാറൊന്നുമില്ല. ഇപ്പൊ എത്ര കിട്ടിയാലും മതിയാവണില്ല. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ചെറിയ ഒറ്റ ഇതിലും പറയാ. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യമായിട്ടും പറയണേ, ഞാനങ്ങനെ വീട്ടിൽ നോക്കിയാൽ അമ്മ പണിക്ക് പോയിട്ടായിരുന്നു വീട്ടിൽ നോക്കിയാലത്. ഞാൻ വണ്ടി ഓടിയായിരുന്നു, ഞാൻ ഓടുന്നതിന് ഇതേപോലെ ടീഷർട്ട് എടുക്കുക, ഷർട്ട് എടുക്കുക, ചെരുപ്പ് എടുക്കുക, ചെക്കന്മാരുടെ കറങ്ങാൻ പോവുക, ഇതൊക്കെയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് വീടിന്റെ വാടക, വണ്ടി, എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ടും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ അമ്മ പണിക്കൊക്കെ ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ്. ഇപ്പൊ പറയുമ്പോ ഒരു അച്ഛനായി അമ്മയായി, കല്യാണം കഴിഞ്ഞ് 2 വർഷം, അതിലൊരു അച്ഛനും അമ്മയായി ഒരു കുഞ്ഞായി. ഓക്കെ, ഇങ്ങനെ അച്ഛനും അമ്മയാകാനുള്ള ഒരു പക്വത ആയി എന്ന് രണ്ടുപേർക്കും തോന്നിയിട്ടുണ്ടോ? അല്ലെ പക്വത ആയില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴും? പക്വത എപ്പോഴും ആയിട്ടില്ല. ഇവൾക്ക് എനിക്കറിയില്ല. അല്ല, നമുക്ക് ഇതുവരെ പക്വത ആയില്ല എന്ന് ചിന്തിക്കുന്നതാണ് നമുക്ക് പക്വത വരുന്നതിന്റെ. നമുക്ക് തന്നെ നമ്മളെ പറയാൻ കഴിയില്ല. കാരണം മറ്റൊരാള് നമ്മളെ നോക്കി പറയണം. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ശരിയാണ്, അല്ലെ പക്വത ഇല്ലാതെ ചെയ്യണമെന്ന് അത് മറ്റൊരാൾ നോക്കിയാലേ അറിയുള്ളൂ. അതെ, നമ്മളിപ്പം എനിക്ക് എപ്പോഴാണ് പക്വത വരിക, എനിക്ക് പക്വത വരുമായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു വർഷത്തിന്റെ ഉള്ളിൽ ശരിയാവുന്ന പറഞ്ഞത്. അതെ അല്ലേ, ഓക്കെ ഓക്കെ, 1 വർഷത്തിനുള്ളിൽ അപ്പൊ പക്വത നടന്ന് വീട്ടിലെത്തുന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ആ വാക്കിക്ക് അറിയില്ലായിരുന്നു, പിന്നെയാണ് ഇവിടെ പറയുന്നത് അതിന്റെ അർത്ഥം പക്വത എന്നാണ്. കോൾ ചെയ്താൽ മതി, അത് പറഞ്ഞു തരുമായിരുന്നു. കുഴപ്പമില്ല സുജിൻ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പം അതെ, പറഞ്ഞു തന്നത്രേ ഉള്ളൂ. നമ്മള് എനിക്ക് പക്വത വന്നിട്ടില്ല, നമ്മൾ അല്ലെങ്കിൽ പക്വത വരുമായിരിക്കും നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത് തന്നെ നമുക്ക് പക്വത വരാനുള്ള ഒരു ടേണിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോ സ്വന്തം അമ്മ, ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും നമ്മുടെ അടുത്ത് പറയും കല്യാണം കഴിച്ചോണ്ടേ വീട് സ്വന്തം വീട് പോലെ കാണണം, സ്വന്തം അമ്മയെ പോലെ കാണണം എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. നമ്മുടെ സ്വന്തം അമ്മയെ പോലെ കാണുക നമ്മുടെ സ്വന്തം അമ്മോട് പറയുന്ന പോലെ ചിലപ്പോൾ നമുക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ അമ്മോട് പറയാൻ പറ്റണമെന്നില്ല. അപ്പം ഇവിടുത്തെ അമ്മയെ പറ്റി, സുജിന്റെ അമ്മ, അതായത് പൊന്നൂസിന്റെ അമ്മ, എന്താണ് അമ്മയെ പറ്റിയിട്ട് പറയാനുള്ളത്? പറയാൻ പറ്റാറുണ്ട്, ഞാൻ എല്ലാം പറയാറുണ്ട്. ഞാൻ എന്തെങ്കിലും പറയും, ഞാൻ ഞാൻ പറയും. കാരണം ഫ്രീഡം ഉണ്ട് അമ്മേനായിട്ട്. പെട്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ ലഡു വാങ്ങിക്കൊണ്ടുവന്നപ്പോ അതിൽ കറുത്ത മുന്തിരി ഇവിടേക്ക് കിട്ടിയില്ല. അപ്പൊ അത് ഇവിടെ അമ്മയോട് പെട്ടെന്ന് ചോദിച്ചു, അമ്മ എന്റെ കറുത്ത മുന്തിരി എവിടെയാണ്? അപ്പൊ അറിയാണ്ട കവറിൽ വീട് കിടക്കുക, അമ്മ വേഗം എടുത്ത് കൊടുത്തു. ചോദിക്കല്ല കാര്യങ്ങളും. ഇവിടെ അമ്മല്ലേ, ഞാൻ ഹോസ്പിറ്റലിൽ ഡെലിവറി ഒക്കെ ഞാൻ എടുക്കുമ്പോ ഇതേപോലെ ഞാൻ എന്റെ അമ്മ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ എന്റെ അമ്മ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ അഞ്ചത് മല്ലാരി ഇരിക്കുമ്പോ അമ്മേനെ ഞാൻ എന്താ പറഞ്ഞു, അപ്പൊ ഇത് അമ്മേന്റെ അമ്മേനോട് പറയാം, ഞാൻ ഈ ലോകത്ത് എന്താണ് ഇങ്ങനെയൊക്കെ പറയാം, ഈ ലോകത്തിൽ ഫ്രീഡം അങ്ങനെ അമ്മ അലക്കാറിന്റെ അത്ര എന്താണ് ഇത്രയും ഫ്രീഡത്തോടെ സംസാരിക്കാൻ പറ്റിയ ഒരു അമ്മായിമ്മ കിട്ടിയല്ലേ, അത് കിട്ടിയല്ലോ എന്ന രീതി, അതല്ലേ ഞാൻ പറയാൻ വന്നത്. പിന്നെ എന്താ പറയുന്നത്? അമ്മ നിങ്ങളെല്ലാം പറഞ്ഞു വന്ന അന്തരം ഇതാണെന്ന് തോന്നുന്നു. അമ്മ അലക്കാറിന്റെ അത്ര ഓർമ്മ വരുമ്പോ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞാൽ വിഷമിക്കണ്ട, കരയണ്ട, കുഴപ്പമില്ല. ഇപ്പൊ പറയുമ്പം ഇപ്പൊ പ്രണയിക്കുമ്പോൾ നമ്മളിപ്പോ പറയും കല്യാണം അത് ഇത് എന്ന് പറയുമ്പോ ഓരോ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ പ്രേമിക്കുമ്പോ ഉറപ്പായിരുന്നോ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്ന് ഉറപ്പായിരുന്നോ? അതൊരു മുഴുവൻ ക്വസ്റ്റ്യൻ മുഴുവൻ കേട്ടിട്ട് ഓക്കെ 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 ക്വസ്റ്റ്യൻ മുഴുവൻ പറയാം. ഓക്കെ 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 സുജിൻ പേടിപ്പിക്കരുത്. ഇപ്പൊ കല്യാണം കല്യാണം നടക്കുന്നതിന് മുന്നേ ഉറപ്പുണ്ടായിരുന്നു നിങ്ങൾ ഒരു മാരേജിക്ക് കിടക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലായിരിക്കും കല്യാണം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും? കല്യാണമേ നടക്കുന്നു വിചാരിച്ചിട്ട് പ്രേമിച്ച് നടക്കുന്ന ഒരാളും വിചാരിക്കുന്നുണ്ടാവില്ല, പ്രേമിച്ച് നടക്കുന്നവരുടെ ഒരാളും വിചാരിക്കില്ല നമ്മൾക്ക് കിട്ടും, പരസ്പരം ഉണ്ടാവുന്ന ഒരാൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കില്ല. മനസ്സിലൊരിതുണ്ടായിരിക്കും നമ്മൾ കിട്ടുന്നത്. പക്ഷെ ഇപ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ പറയാ മനസ്സിലായില്ലേ, Okay. 4G സ്പീഡിൽ ഒന്നിക്കും 2G സ്പീഡിൽ ഇതാവും, അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സിലായില്ലേ. അത് നേരെ തിരിച്ചാണ്. അതെ, അതാണ് ഞാൻ ഓക്കെ. നിങ്ങക്ക് മനസ്സിലായില്ലേ സുജിൻ പറഞ്ഞത്? പൊന്നൂസിന് എന്താ പറയാനുള്ളത്? എനിക്ക് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കിട്ടും. അങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കിട്ടുമായിരിക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ചില്ല. കിട്ടിയപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത്. മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഓ കിട്ടി. ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് എന്നോട് പറയും, ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്, ഈ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, ഒന്നിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞങ്ങൾ സ്വപ്നം ഒന്നിച്ചല്ല. ഓക്കെ, താത്തോട്ട് ഇറങ്ങി വരൂ, ഇവിടെ ഒന്ന് സോഫയിലിരിക്കൂ. അതായത് ഇപ്പം പ്രണയിക്കുമ്പോ ഉള്ള സുജിനെ പറ്റിയിട്ടും ഉള്ള ഒരു 3 കാര്യങ്ങൾ, അത് ചേഞ്ച് ആയിട്ട് കല്യാണം കഴിയുമ്പോ അത് ചേഞ്ച് ആയി തോന്നിയ 3 കാര്യങ്ങൾ എനിക്ക് 3 3 ഒതുക്കിക്കോളൂ. ഒന്നാമത്തെ കാര്യം വെച്ചാലേ ഫോൺ വിളിച്ചെടുക്കാതിരിക്കുക, വിളിക്കാണ്ടിരിക്കുക, ഇതൊന്നും അതൊക്കെ ദേഷ്യം വരും എനിക്ക്. കാരണം നമ്മള് പ്രേമിക്കുന്ന സമയത്ത് ചിലപ്പോ അവരുടെ തിരക്കായിരിക്കും, സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതെനിക്ക് ദേഷ്യം വരും, അറിയാവുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ദേഷ്യം വരും. വിളിച്ചാൽ അവര് ഇങ്ങോട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും, 3 നേരം വരെ ചേർക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ട് വിളിക്കും, അപ്പൊ തന്നെ ഫോൺ എടുത്ത് കൊല്ലം കഞ്ഞ കുട്ടി വിളിക്കുന്നില്ല ഇടക്കേരൊക്കെ ഒന്ന് വിളിച്ചാ പറയും, നീ ഇപ്പൊ എന്റെ വീട്ടിലുണ്ടല്ലോ, പിന്നെ ഇപ്പൊ തന്നെ ഞാൻ പേടിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ വിളിക്കാറുന്നില്ല. പിന്നെന്താ മാറ്റം, ഇതന്നെ എനിക്ക് വലിയൊരു മാറ്റമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏട്ടന്റെ ദേഷ്യം, ഏട്ടന് മുന്നും ദേഷ്യമുണ്ട്. പക്ഷെ ഏട്ടല്ലേ ആദ്യമൊക്കെ ദേഷ്യം മുന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം. ഓക്കെ, ഇതിനോട് സുജിൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതില് ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് എന്താ ഫോൺ അടിച്ചെടുക്കില്ലാണ്. പ്രേമിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം കണ്ടെത്തി പ്രേമിക്കുന്ന പെൺകുട്ടിക്ക് വിളിക്കാൻ വേണ്ടി നിൽക്കും. കാരണം നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെന്നല്ല, ഞാൻ ഇതാണ്. കാരണം എപ്പോ വിളിച്ചാലും അതിനനുസരിച്ച് നമ്മൾ വിളിക്കാൻ നോക്കും. പക്ഷെ ഇവിടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അങ്ങനെയല്ല, റെസ്പോൺസിബിലിറ്റീസ് കൂടി. അല്ലേ, മനസ്സിലായില്ലേ? അതായത് പറയാൻ സുജിന് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ ഇല്ല പറയണില്ല. അങ്ങനെ ഓരോ ഇതുകൊണ്ട് പിന്നെ നമ്മള് ഓട്ടത്തിലേക്ക് ഒന്നും കൂടി ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ ഓവറായിട്ട് ആകെ ഇപ്പത്തെ ഒരു ഇതിൽ എനിക്ക് പുറത്ത് ഞാൻ ഓവറായിട്ട് പൈസ ചെലവാക്കണ്ടെന്നുണ്ടെങ്കിൽ അത് സിനിമയ്ക്ക് മാത്രമാണ്. അല്ലാണ്ട് വേറെ ഒരു പൈസയും പുറത്ത് ചെലവാക്കണില്ല എന്നാണ്. പിന്നെ ഡ്രസ് എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ലക്കി എന്ന് പറയുന്നത് കുടി വലി അങ്ങനത്തെ യാതൊരു സംഭവമല്ല. എന്റെ 2 പിക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, പിക്കിന് വേണ്ടി. അത് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഒരുപാട് പേര് ഇങ്ങനത്തെ ഡ്രിങ്കിങ് പ്രോബ്ലംസ് കാരണം ഇഷ്യൂസ് ഉണ്ടാവുന്നവരുണ്ടല്ലോ വീട്ടില്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. കുടിക്കില്ല, വലിക്കില്ല. അത് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഉണ്ടാവുക എന്റെ മേലെ എന്റെ അച്ഛൻ അങ്ങനെയൊക്കെ ഞാൻ കണ്ടു വളർന്നത് ഒരാളാവുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഓക്കെ, കല്യാണത്തിന് മുന്നേ ഉള്ള പൊന്നൂസിൽ നിന്നും എന്തെങ്കിലും ചേഞ്ച്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ എന്തെങ്കിലും 3 മാറ്റങ്ങൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രേമിക്കുമ്പോൾ ഉള്ള പൊന്നൂസിൽ നിന്നും വേറെ എന്തെങ്കിലും മാറ്റം, കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള എന്തെങ്കിലും മാറ്റം? ഇപ്പം പൊന്നൂസ് പറഞ്ഞ് ഫോൺ അടിച്ചാൽ എടുക്കില്ല, ദേഷ്യം കാര്യങ്ങളൊക്കെ, അതുപോലെ പൊന്നൂസിനെ പറ്റിയിട്ട് എന്തെങ്കിലും? പ്രേമിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മന്ദായിരുന്നു ഇവള്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇരിപ്പുണ്ടല്ലോ, അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്റെ അനിയത്തിനോടാണെന്നുണ്ടെങ്കിലും അമ്മയോടാണെന്നുണ്ടെങ്കിലും നിൽക്കേണ്ട പോലെ നിന്ന്. ഇപ്പൊ ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, വീട്ടിൽ കയറി വരുന്ന പെണ്ണുങ്ങളെ സ്വഭാവം പോലെ ഇരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് ആ കുടുംബം മുന്നിക്ക് പോവാന്. അതിൽ ഇവള് 100% കറക്റ്റ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവള് റോങ് ആയിട്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ അടി പിരിച്ച പിരിയില്ല എന്ന് ഞാൻ അറിയില്ല, അങ്ങനെ വിചാരിക്കണം, അറിയില്ല. എന്തായാലും ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി സുജിനോടാണ്. ഇപ്പൊ അതിന് ഒരു ചെറിയ രീതിയിൽ സുജിന ആൻസർ ചെയ്ത് കഴിഞ്ഞു. എന്നാലും ചോദിക്കാണ്, ഇപ്പൊ അമ്മ, അനിയത്തി, പൊന്നൂസ്, കുഞ്ഞ്, ഒരു വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണത്? കാര്യം 2 ഇയർ മുന്നേ വരെ അമ്മ ജോലിക്ക് പോയായിരുന്നു. ഒരു ബാക്ക് സപ്പോർട്ട് എന്ന രീതിയിൽ സുജിന് ഒരു ബാക്ക് സപ്പോർട്ട് മാത്രമല്ല, ഫ്രണ്ടിലും ബാക്കിലും നിന്നൊരു സപ്പോർട്ടായിട്ട് അമ്മ കൂടെ ഉണ്ടായിരുന്നു. 2 ഇയർ ആയിട്ട് അമ്മ ജോലിക്കൊന്നും പോണില്ല. സുജിന് ഒറ്റയ്ക്കാണ് വീട് മാനേജ് ചെയ്യണത്. എങ്ങനെയാണ് എങ്ങനെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം? എത്താറുണ്ടോ? കൂട്ടിമുട്ടിക്കാനുണ്ടോ? ഒറ്റ വാക്കിൽ പറയാനുള്ളൂ, ഇവിടെ വരുന്നതിന്റെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടുന്ന പൈസയും കൊണ്ട് ഞാൻ അടിച്ചു പൊളിക്കുകയാണ്. ഇപ്പൊ കടം വാങ്ങുകയാണ്.
അത്രയുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊന്നും കേട്ടോ, അതൊക്കെ ചുമ്മാറിനാണ്. അങ്ങനല്ല, ജീവിതത്തിൽ ചിലപ്പോ കടമില്ലാത്ത ആൾക്കാർ ആരും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ, അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല. നമ്മുടേതായ രീതിക്ക് ഇവിടെ നോക്കാൻ, എന്റെ വീട് നോക്കാനുള്ള രീതിക്കൊക്കെ എനിക്ക് എന്തായാലും എന്താണ് അത്രേ ഉള്ളൂ. ഈ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരോട് രണ്ടുപേർക്കും കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താ, ഒരു ഉപദേശം എന്താ കൊടുക്കാനുള്ള ഒരു ഉപദേശം? അല്ല, അവര് ഇപ്പൊ രണ്ട് കാര്യം പറയണ്ടേ. പ്രേമിച്ചിട്ട് അറേഞ്ച്ഡ് ആയിട്ട് കല്യാണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫാമിലി കൂടെ ഉണ്ടായിരിക്കും. ഇറങ്ങി പോന്ന് കല്യാണം കഴിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ, എന്താ ഇറങ്ങി വന്നിട്ട് ആ പയ്യന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാരനോട് ഒന്നും പറയാൻ പറ്റില്ല. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവരേക്ക് വിളിച്ചിട്ട് അമ്മ അച്ഛ ഇവിടെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അപ്പൊ അവര് പറയും എന്താ നീയായിട്ട് കണ്ടുപിടിച്ചല്ലേ, അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പ്രേമിച്ച് കല്യാണം കഴിച്ച് എത്ര ആൾക്കാർ ജീവിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. നമുക്കും പ്രശ്നങ്ങളൊന്നുമില്ല. ചോദിച്ചതിന് അത്രേ ഉള്ളൂ, സന്തോഷം. മാക്സിമം ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് അറേഞ്ച്ഡ് ആക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ, പരമാവധി അങ്ങനെ ശ്രമിക്കുക. ഇന്നത്തെ ജനറേഷനിൽ ഇപ്പൊ നമുക്ക് തോന്നുന്നു ഒരുപാട് ലവ് മാരേജസ് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇറക്കി കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നവരുണ്ട്. എല്ലാരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മളും അങ്ങനെ ഇതാണ്. പക്ഷെ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യല്ല. എന്നാലും അവരങ്ങനെ തന്നെയാണ് വന്നതെങ്കിൽ പോലും അവര് ലവ് പ്ലസ് അറേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഞാനും. എന്റെ അറേഞ്ച്ഡ് ആയിട്ട് തന്നെ സെറ്റ് ആക്കി തന്നതും അതും അതിലൊരു ഇത് തന്നെയാണ്. ഓക്കെ, പൊന്നൂസിന് എന്താണ് പറയാനുള്ളതിനെ പറ്റി? ഇവരോട് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരോട് പൊന്നൂസിന് പറയാനുള്ളത് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പം തൽക്കാലം എനിക്ക് അല്ല, അത് ഞാൻ പറയാം. എന്താ ഇതിൽ ഏറ്റവും പറയാനുള്ളത് ഇത് ആർക്കും ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കുന്നതല്ല. ഒരാള് നെഗറ്റീവായിട്ട് എടുക്കരുത്. പ്രേമിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയണേ. ഞാൻ അങ്ങനെതായ ഒരാളോട് പറയണേ, ഒറ്റതിൽ പറയണേ. എന്താ ഒരു പെൺകുട്ടി എന്താ ഒരു ആൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരിക്കലും ആ പെൺകുട്ടിയെ തല്ലാൻ പാടില്ല. തച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ആ വീട്ടിലുള്ള അച്ഛനും അമ്മേനോടും മാമന്മാരാണ് എല്ലാവരോടും ദേഷ്യം കൂടും. ഭയങ്കരമായിട്ട് ദേഷ്യം കൂടിയിട്ട് ആ പ്രേമിക്കുന്ന പയ്യനോട് ഇഷ്ടം ഭയങ്കരമായിട്ട് കൂടുക ചെയ്യുക. ഓക്കെ, ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇനി അങ്ങനെയുള്ള ആൾക്കാരോട് പറയണേ, നമ്മൾ സ്നേഹത്തിലൂടെ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. കാരണം പ്രേമിച്ചു ഇന്നൊരാളെ ഇതാക്കി എന്ന് പറഞ്ഞിട്ട് തച്ച് കഴിഞ്ഞാൽ സത്യമായിട്ടും അവർക്ക് ഈ തച്ച ആളെന്നോട് ലോകത്ത് എന്ത് സംഭവിച്ചാലും ശരി ഞാൻ അവരെ കൂടെ ഇറങ്ങി പോകുമെന്ന് വിശ്വസിക്കും. കാരണം അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. കുറേ പേര് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെ വന്നിട്ട് അവരെ കൂടെ ഇറങ്ങി വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളായിട്ട് അവരുടെ അമ്മേനെ തിരിച്ചു വിളിച്ച് അങ്ങോട്ട് പോയിട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പേരൻസിനോടാണ് പറയാനുള്ളത്, ഒരു പാൺകുട്ടീനെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിലൂടെ പിന്തിരിപ്പിക്കാൻ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, ഞാനൊരു സിനിമ ഭ്രാന്തനാണ് അങ്ങനെ പറഞ്ഞായിരുന്നു. ലാലേട്ടൻ്റെ ഒരു പടമുണ്ട്, മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ളൊരു സിനിമ. ആ സിനിമയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ മകള് വേറെ ആൾ ഇഷ്ടപ്പെടുമ്പോൾ സ്നേഹത്തിലൂടെ അവളെ പിന്തിരിപ്പിക്കുന്നത് ആ സിനിമയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം കുറേയൊക്കെ, അങ്ങനെ പറയുന്നില്ല. അതെ, നമ്മള് ആർക്കും ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് സുജിന അതൊരു നല്ല രീതിക്ക് ആ ഒരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുത്തു. നീ ചേച്ചി പൊന്നൂസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ പറയാനുണ്ടോ? പൊന്നൂസിന് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അവൾക്കൊന്നും പറയാനില്ല. ഇപ്പം ഞാൻ എഴുതി കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ്. ഇതൊന്നും കൂടാതെ നിങ്ങൾക്കായിട്ട് അവരുടെ എന്തെങ്കിലും കമന്റ് കണ്ടിട്ട് നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാനുള്ള, നിങ്ങൾ ലവ് മാരേജ് ഓക്കെ എത്ര വർഷം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? അതിന് എത്ര വർഷത്തെ റിലേഷൻഷിപ്പിന് ശേഷം കല്യാണം കഴിച്ചത്? 1 വർഷം. ഓക്കെ, 1 വർഷത്തിന് ശേഷം 1 വർഷത്തെ റിലേഷൻഷിപ്പ്, ദെൻ മാരേജ്. 1.5 വർഷം. ഈ പ്രേമ കല്യാണങ്ങള്, ചാടിപ്പോക്ക്, അതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയോ? വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവർ പോകാൻ ശ്രമിക്കുക. അപ്പോൾ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് എന്താ ഇനി എനിക്ക് നാളെ മേലെ പെൺകുട്ടി ഉണ്ടാവില്ല എന്നല്ല പറയണേ. അതെ, ഇപ്പം ഏട്ടനൊരു ലവ് മാരേജ് ആണ്,
ഏട്ടന്റെ താഴെ ഒരു അനിയത്തി ഉണ്ട്. എനിക്കൊരു അനിയത്തി ഉണ്ട്. അപ്പൊ ഇവളും ഇതേപോലെ ഇതായപ്പോ എനിക്ക് ഇവിടെ തച്ചിട്ട് ഇതാക്കായിരുന്നു. പക്ഷെ അങ്ങനല്ല, നമ്മള് സ്നേഹം കൊണ്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അറേഞ്ചഡ് ആയിട്ട് പോകും. അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് അവരെ പിന്തിരിപ്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടന്റെ പടം, ഞാനൊരു സിനിമ പ്രാന്തർ ഭയങ്കരമായിട്ട് എല്ലാ ആഴ്ചയും പടത്തിനോട് ആളാണ് ഞാൻ. എന്റെ കയ്യില് ദുശീലുണ്ട് എന്നുണ്ടെങ്കിൽ പടത്തിനോക്കാണ്. പക്ഷെ അത് ദുശീലമായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നണില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താട്ടൻ ഓരോ സിനിമയ്ക്കും പോവും, കാണും. അതിൽ നല്ല പടം തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അല്ല, കട്ടയ്ക്ക് മഴ വരുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലെ ഒരു ദിവസം വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ ഇതുപോലെ. അതുപോലെ തന്നെ ഞങ്ങൾ പരസ്പരം ആരെന്നോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമ്മൾ അതിനായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മള് അലമ്പാക്കാതെ, ചളി വല്ലാണ്ട് ചളിയൊന്നും അടിക്കാതെ അലമ്പാക്കാതെ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്തത്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസ് ആവും നമുക്ക് തോന്നി. പിന്നെ ഇന്ന് അമ്മയില്ല. കാര്യം അമ്മയില്ലാത്ത അമ്മയുടെ കവളില്, അതായത് പല്ലുവേദന വന്നിട്ട് അമ്മയ്ക്ക് കവളുകൊണ്ട് വയ്യ. അതുകൊണ്ടാണ് ഇന്ന് അമ്മയില്ലാത്തത്. അപ്പൊ അമ്മ അത് മാറിയതിനു ശേഷം അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ കൂടുതൽ പറഞ്ഞ് നീട്ടി വലിപ്പിക്കുന്നില്ല. വെഡിങ് ഡേയുടെ സെലിബ്രേഷനും വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാരും പറഞ്ഞു നമ്മൾ ഭയങ്കര ലക്കിയാണ്, ഫാമിലിയെ പോലെ ഒരു ഫ്രണ്ട്സിനെ കിട്ടിയ നമ്മൾ ലക്കിയാണെന്ന്. അതെ, ശരിക്കും നമ്മൾ ലക്കി തന്നെയാണ്. എന്തായാലും ഇനി നീട്ടി വലിപ്പിക്കുന്നില്ല. വൈൻഡപ്പ്. ഓക്കെ, എനിവേ താങ്ക് യു സുജിൻ. സാഹചര്യത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിച്ചേരും. അതിന്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള സംഭവം അമർത്തി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ പേര് പറഞ്ഞു നോട്ടിഫിക്കേഷൻ എത്താൻ ലേറ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഞാനത് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാല്ലേ. ഓക്കെ, അപ്പൊ വന്നിട്ട് ടാറ്റാ.